നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഉത്തരേന്ത്യയിലൊരു കഥയുണ്ട്. രണ്ട് ഹിന്ദുക്കൾ യാചിച്ചു കൊണ്ട് നടക്കുന്നവർ, യാചകന്മാരാണ്, ഭിക്ഷാന്തേഹികളാണ്. അവർ യാചിച്ചു കൊണ്ട് നടക്കുമ്പോൾ അന്ന് ചില്ലറ നാണയത്തുട്ടുകളാണ് കിട്ടുക. അപ്പോൾ ഒരുത്തൻ്റെ 25 പൈസ, 4 ഉറുപ്പിക കയ്യിൽ നിന്ന് തെറിച്ചു വീണുപോയി. ചെളിയുണ്ടായിരുന്നു അവിടെ, ചെളിയിലാണ്. ചെളിയിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല. കിട്ടാതിരുന്നപ്പോൾ ഇവൻ പ്രാർത്ഥിച്ചു, യാ ഖുദാ, എൻ്റെ 4 ഉറുപ്പിക തിരിച്ചു കിട്ടണേ എന്ന്. യാ ഖുദാ എന്ന് മുസ്ലിങ്ങളാണ് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നു യാ ഖുദാ എന്ന്. അപ്പോൾ മറ്റവൻ ചോദിച്ചു, നീ ഹിന്ദു അല്ലേ? അതെ. പിന്നെ നീ എന്തിനാ മുസ്ലിം ദൈവത്തെ പ്രാർത്ഥിച്ചത്? അപ്പോൾ ഇവൻ പറഞ്ഞത്, 4 ഉറുപ്പികക്ക് വേണ്ടിയിട്ട് എൻ്റെ നമ്മളെ ദൈവത്തിൻ്റെ ചളി വരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പുറത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ദൈവത്തോടുള്ള ഇഷ്ടം, അതാണ് നമ്മുടെ മതവിശ്വാസം. അത്ര ഘോരമാണ്, അത്ര ആഴത്തിലുള്ളതാണ്. ഈ വിശ്വാസം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, എത്ര ആഴത്തിലും വിശ്വസിച്ചോട്ടെ. പക്ഷെ ആ ആഴം, അതിൻ്റെ വേരുകൾ എവിടെയായിരിക്കണം? അതിൻ്റെ വേരുകൾ നമ്മുടെ ദാർശനികതയുടെയും സത്യബോധത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെ അടിത്തറയിലായിരിക്കണം. ഭാരതം പോലെ സൗന്ദര്യാധിഷ്ഠിതമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയുണ്ടോ? നമ്മുടെ ഭാരതത്തിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ, ദൈവം ഉണ്ടായ കാവ്യങ്ങൾ സൗന്ദര്യ സൃഷ്ടികളാണ്. അതിൻ്റെ ചിത്രം, ഈ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആരുണ്ടാക്കിയതാണ്? നിരന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും എന്ന പാർത്ഥസാരഥിയായി തേര് തെളിക്കുന്ന കർണപർവ്വത്തിലാണ് എഴുത്തച്ഛൻ്റെ വർണ്ണനയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ പോകാതെ തന്നെ വാകച്ചാർത്ത് കഴിഞ്ഞ കൃഷ്ണനെ നമ്മുടെ മുമ്പിൽ കാണാം. ഈ വർണ്ണന കേട്ടിട്ട് ചിത്രകാരന്മാർ വരച്ചതല്ലേ കൃഷ്ണന്റെ ചിത്രം, ശില്പികൾ കൊത്തിയെടുത്തതല്ലേ ദൈവത്തിൻ്റെ രൂപങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ദൈവം സെൽഫി എടുത്ത് അയച്ചു തന്നാണോ? ഏതെങ്കിലും ദൈവം ഞാൻ ഇങ്ങനെയാണ്, മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം എന്ന് പറഞ്ഞിട്ട് ആരും ഒരു ദൈവവും ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞതാ. കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ് ദൈവം. ലോകത്തിൽ ഏറ്റവും സുന്ദര സൃഷ്ടി എന്ന് വെച്ചാൽ ദൈവം എന്ന് പറയാം. കലാകാരന്മാരുടെ സുന്ദര സൃഷ്ടികളാണ്, സൗന്ദര്യാധിഷ്ഠിതമാണ്. സംഗീതമില്ലെങ്കിൽ ഭാരതത്തിൽ മന്ത്രങ്ങളുണ്ടോ, പ്രാർത്ഥനകളുണ്ടോ? സംഗീതമില്ലെങ്കിൽ മലയാളികൾ രാമനെ അറിഞ്ഞത് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട് കേട്ടിട്ടാണ്, പാട്ടാണ്. കൃഷ്ണനെ അറിഞ്ഞത് ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗാഥ കേട്ടിട്ടാണ്. ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കേട്ടിട്ടാണ്. പാട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനയുമില്ല. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക ഓടിക്കുന്ന് കയറും. എന്നാ കെ ജയകുമാർ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന്. ആ നാദാത്മികയാണ്. നാദം, അക്ഷരം, സൗന്ദര്യം, ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ. പക്ഷെ അതെല്ലാം വികസിപ്പിക്കാൻ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് എന്താ ശ്രമിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പോകുമ്പോൾ കലവറ നിറക്കൽ ഘോഷയാത്ര വരിക. ആ ഘോഷയാത്രയുടെ പിറകിൽ DJ പാർട്ടിയുണ്ട്. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലൂമിനാട്ടി തുള്ളുക. നമ്മുടെ പുരാണങ്ങളിൽ അസുരന്മാർ ചോര കുടിച്ചു, 1000 പാത്രം ചോര കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മണം ഉയർന്നപ്പോഴാണ് കുംഭകർണൻ നിദ്രയിൽ നിന്ന് ഉണർന്നതെന്ന രാമായണത്തിൽ പറയുന്നത്. കുംഭകർണൻ ചോര കുടിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഒരിക്കലും കുംഭകർണൻ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടില്ല. അതാണ് സൗന്ദര്യബോധം. ഈ മതങ്ങൾക്ക് സൗന്ദര്യബോധത്തെ വളർത്താൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരമ്പലങ്ങളിലും ഒരു പള്ളിയിലും സൗന്ദര്യബോധം വളർത്തുന്നില്ല, ദാർശനികത വളർത്തുന്നില്ല, സത്യാന്വേഷണം വളർത്തുന്നില്ല. ഉണ്ടോ? ഇല്ല. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ പുതിയ നേട്ടങ്ങളെ പറ്റിയിട്ട് ഒരു ചർച്ചയും നടത്തുന്നില്ല. ഭക്തജനങ്ങളുടെ വീടുകളിൽ നിങ്ങളൊരു സർവേ എടുത്തു നോക്കൂ. സുനിത വില്യംസിൻ്റെ വിജയത്തെപ്പറ്റി, തിരിച്ചു വന്നതിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഭക്തജനങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. അതേസമയം കുംഭമേളയെപ്പറ്റി ചർച്ച ചെയ്യും, അല്ലേ? ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം എവിടെയുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ അക്ഷയ തൃതീയെ പറ്റിയായിരിക്കും ചർച്ച. ഈ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. പ്രായോഗികമാകാത്ത ഫിലോസഫി എന്ന് പറഞ്ഞാൽ, പണ്ട് ഭാരതത്തിൽ അറിവുള്ള ഭയങ്കര ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, പക്ഷെ ഒരു പണിയെടുക്കില്ല.
എന്നാൽ പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. പണിയെടുക്കുന്നവർ, ഈ നാട്ടിൽ സകലതും ഉണ്ടാക്കുന്ന പണിയെടുക്കുന്നവർക്ക് ഒരറിവുമില്ല, അക്ഷരം കൊടുത്തില്ല. എന്നാൽ അറിവുള്ളവരോ, അവര് താരിൽ തന്നി കടാക്ഷാഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോ മണ്ഡലി ചണ്ഡഭാനോ നേരത്താതെന്നും നീയാം തൊടുകുറി കളയാതെന്നും മേഷാകുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നിർവര ധരാ ഹന്ത കൽപ്പാന്ത തോയേ അന്ത ഹന്ത കിന്ത പട്ട്. അങ്ങനെ ശ്ലോകം ചൊല്ലി പട്ടും വളയും കൊടുത്ത് നടന്നു അറിവുള്ളവര്, അല്ലേ? അന്ത ഹന്തക്കിന്ത പട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സാമൂതിരിയുടെ സദസ്സിൽ. ഇവിടെ വഞ്ചിരാജാവിനെ കൊടുത്തുന്നൊരു ശ്ലോകമുണ്ട്, എത്ര മനോഹരമാണെന്നറിയോ? മർത്യാകാരേണ ഗോപീവസന നിര തകവർന്നോരു ദൈത്യാരിയത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര തവ നീതിക്ക് തെറ്റില്ല, പക്ഷേ പൊൽത്താർമകളിതാ തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീ വൃത്യ കനിവ് അവളിൽ ഉദിക്കൊല്ല കാരുണ്യരാശേ എന്ന്. എത്ര രസമുള്ള ശ്ലോകമാണെന്നറിയോ അത്? ഈ ശ്ലോകം ചൊല്ലി നടന്നവരൊന്നും തന്നെ ഒരു പണിയെടുത്തില്ല. എനിക്ക് അടികിട്ടുമെന്നൊരു സംശയമുള്ളൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രമാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ, പത്മനാഭ സ്വാമിയാണല്ലേ, എത്ര കോടി ഉറുപ്പ്യൻ്റെ സാധനം. പക്ഷെ ഈ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും രത്നവും വൈഡൂര്യവും മരതകവും ഗോമേതകവും ഇന്ദ്രനീലവും ഒന്നും തിരുവിതാംകൂറിലെ ഏതെങ്കിലും രാജാവ് പോയിട്ട് പവിഴക്കല്ലുകൾ അറത്തിക്കൊണ്ടുവന്നതല്ല, പാറക്കെട്ടുകൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാക്കിയ രത്നങ്ങളല്ല, ഒരു ഖനിയിൽ നിന്നും ഖനനം ചെയ്തെടുത്തതല്ല രാജാക്കന്മാർ. ഇതല്ല സാധാരണ മനുഷ്യർ ഉണ്ടാക്കിയിട്ട് നേർച്ചയായി കൊടുത്ത സാധന. അല്ലാതെ ഇവിടെ തിരുവിതാംകൂർ രാജാക്കന്മാർക്കുള്ള ഏറ്റവും വലിയൊരു മഹത്വം അവരത് ധൂർത്തടിച്ചില്ല എന്നുള്ളതാണ്. അത് ദീപാവലി കുളിച്ചില്ല എന്നത് അത് അവർക്ക് അംഗീകരിക്കേണ്ട, അവർക്ക് കൊടുക്കേണ്ട ഒരു നല്ല ലൈക്കാണത്. അവരത് നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചു. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയത് രാജാക്കന്മാരല്ല. താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണെന്ന് ഏത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഷാജഹാൻ എന്ന് പറഞ്ഞാലേ ഉത്തരം കിട്ടൂ. ഒരു 19 കൊല്ലം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്, അല്ല 27 കൊല്ലം കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ ഒരു മാർബിളിൻ്റെ കഷ്ണം ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറം കൊടുത്ത ബന്ധം ഷാജഹാനില്ല. 19,000 തൊഴിലാളികൾ മരിച്ചുപോയി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 19,000 തൊഴിലാളികൾ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ മരണപ്പെട്ടിരുന്നു. ഈ അന്ന് ക്രെയിനില്ലല്ലോ, ആളുമേൽ ആൾ കയറിയിട്ട് കയറ്റുമ്പോൾ ഒന്ന് വീണാൽ കുറേ എണ്ണം മരിക്കും. പിന്നെ പകർച്ചവ്യാധി കൊണ്ടും 19,000 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്. അവർക്കറിവില്ല, പണിയെടുത്തവർക്ക് അറിവില്ല, അറിവുള്ളവർക്ക് അധ്വാനമില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധം. ഈ അറിവിനെയും അധ്വാനത്തെയും പ്രായോഗികമായി അപ്ഡേറ്റ് ആക്കി വികസിപ്പിക്കുമ്പോഴാണ് ലോകം വളരുന്നത്. എന്നാൽ മതങ്ങൾ ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ അപരാധം ദൈവങ്ങളല്ല, ദൈവവിശ്വാസികളല്ല, മതങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അപരാധം സത്യാന്വേഷണത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തി എന്നതാണ്. ധർമ്മശാസ്താവ് പണ്ട് പറഞ്ഞിരിക്കുന്ന അന്ന് പറഞ്ഞതിലപ്പുറം വേറെയില്ല, അന്ന് പറഞ്ഞതിനപ്പുറം വേറെ ഇല്ല. പുതിയ ചിന്തകൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല, ഒരു ധർമ്മശാസനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അത് കട്ട പിടിച്ച് കിടക്കുമ്പോൾ പുഴയിലെ വെള്ളം ഒഴുക്ക് വെള്ളമാണ്, അതിൽ അഴുക്കുണ്ടാവില്ല, പുതിയത് വരും. എന്നാൽ നമ്മുടെ മതങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളമാണ്, പുതിയതൊന്നും വരുന്നില്ല, പഴയതൊന്നും പോകുന്നുമില്ല. കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളമാണ്, പുതിയതൊന്നും വരുന്നില്ല, പഴയതൊന്നും പോകുന്നില്ല. ആ കുളത്തെ പുഴയാക്കി ഒഴുക്കാൻ എപ്പോൾ പരിശ്രമിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ രാജ്യവും ലോകവും രക്ഷപ്പെടുത്തുള്ളൂ. പുതിയ അറിവിൻ്റെ പ്രവാഹത്തെ അതിലേക്ക് തുറന്നു വിടണം. ബ്രിട്ടീഷുകാരും ലോകത്തെ കീഴടക്കാൻ പുറപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മതവിശ്വാസത്തിനെതിരെ നടന്ന അതിൻ്റെ അകത്ത് നടന്ന പ്രൊട്ടസ്റ്റന്റ് പ്രക്ഷോഭങ്ങളാണ്, അതിനെ നവീകരിക്കാൻ നടത്തിയ പരിശ്രമങ്ങളാണ്. ആ പരിശ്രമങ്ങൾ കൊണ്ടാണ് അവർ കപ്പലുണ്ടാക്കിയതും പുതിയ പുതിയ വ്യവസായങ്ങൾ ഉണ്ടാക്കിയതും ചിന്തകൾ ഉൽപ്പാദിപ്പിച്ചതും. നമ്മുടെ ഭാരതം എങ്ങനെയാണ് ഉയർന്നത്? നമ്മുടെ ഭാരതം എവരിതിങ് ഇൻക്ലൂഡ്സ് നത്തിങ് എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗമാണ്. ബുദ്ധി ഉണ്ടാകാം, ബോധമാർജിക്കാൻ പ്രാപ്തി നേടടോ, ഉത്തിഷ്ഠത ജാഗ്രത എന്ന ഒരു മന്ത്രം ഭാരതത്തിൽ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. വിദേശത്ത് പോയി പറഞ്ഞപ്പോഴാണ് ഇയാൾക്ക് വില കിട്ടിയത്. നരേന്ദ്രൻ എന്ന് പറയലുള്ള അല്ലേ വിവേകാനന്ദ സ്വാമി ഭാരതത്തിലെല്ലാം പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. അദ്ദേഹം സിഖ് മത രാജാവിൻ്റെ സ്പോൺസറിങ്ങിലൂടെയാണ് ചിക്കാഗോ പോയിട്ട് അവിടെ ഒരു ക്രിസ്ത്യാനി പ്രൊഫസറുടെ സഹായത്തോടെയാണ് അവിടെ പ്രസംഗിച്ചത്. അവിടെ പ്രസംഗിച്ച് അവിടെയെല്ലാം പേരെടുത്തപ്പോൾ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അയാൾക്കെതിരെ പോസ്റ്ററാ.
എന്താ പോസ്റ്റ്? അയാൾ അവിടെ പോയി പോത്തിറച്ചി തിന്നു എന്ന് പറഞ്ഞിട്ട്, പോത്തിറച്ചി തിന്നു എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പ്രചരണം നടത്തി ഇവിടുന്ന് പോയ അതിൻ്റെ യഥാർത്ഥ ആളുകൾ. പക്ഷെ അദ്ദേഹം ഈ രാജ്യത്ത് മുഴുവൻ മനുഷ്യരോട് തല ഉയർത്തു, ബോധം ആർജിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന് കരുത്തുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തയുണ്ടായത്. അതുവരെ സ്വാതന്ത്ര്യം വേണമെന്ന ചിന്തയിൽ അടിമകളല്ലേ. അടിമത്വം എത്ര കാലമുണ്ടായിരുന്നു? ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബാഹുബലി 1ലും 2ലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം ആരാ? പ്രധാനപ്പെട്ട കഥാപാത്രം അമരേന്ദ്ര ബാഹുബലിയോ വീരേന്ദ്ര ബാഹുബലിയോ പൽവാൽ ദേവനോ ദേവസേനയോ ഒന്നുമല്ല, കട്ടപ്പയാണ്. അദ്ദേഹം അടിമയാണ്. രാജാവ് പറഞ്ഞു അനുസരിച്ചോളണം, വാളെടുത്ത് കുത്തി കൊല്ലുക. രാജാവിന് തൻ്റെ പ്രിയ ചങ്ങാതിയെ കൊല്ലേണ്ടി വരുന്നു. വികാരങ്ങളില്ല. അത്രയും ക്രൂരമായിരുന്നു അടിമത്തം. ഈ അടിമത്തത്തിൻ്റെ അടിസ്ഥാനശിലയായ ചാതുർവർണ്ണയമാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. അടിമത്തത്തിൻ്റെ അടിസ്ഥാനശില. ആ ചാതുർവർണ്ണ പ്രകാരം ഹിന്ദു മതത്തിൽപ്പെട്ടവർ നമ്പ്യാർ നായർ വരെയേ ഉള്ളൂ. അതിൽ താഴെയുള്ളൊന്നും ഹിന്ദു മതമല്ല. കാരണം ബ്രഹ്മാവ് സൃഷ്ടിച്ചല്ല. എൻ്റെ മോൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ മാഷോടൊരു ചോദ്യം ചോദിച്ചിട്ട് പ്രശ്നമായിപ്പോയിരുന്നു. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനെയും കയ്യിൽ നിന്ന് ക്ഷത്രിയനെയും തൊടേമെന്ന് വൈശ്യനെയും കാലിലടിയിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇവൻ ചോദിച്ചു, ബ്രഹ്മാവിൻ്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ, പിന്നെ ഓക്കുന്നതിനും പണിയെന്നാണ് ചോദിച്ചു. അതിൻ്റെ പേരിൽ പ്രശ്നമായിപ്പോയി. മനസ്സിലായോ? നിങ്ങൾ ആലോചിക്കുക. ഈ ചാതുർവർണ്ണയ അവസ്ഥ അന്നത്തെ വലിയ കണ്ടുപിടുത്തമായിരുന്നു അത്. കാരണം എങ്ങനെയെങ്കിലും വരണ്ടേ ഈ മനുഷ്യൻ. പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതാ ചോദ്യം. പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നതോടുകൂടി ചാതുർവർണ്ണയത്തിൻ്റെ അടിത്തറ തകർന്നില്ലേ? 6-ാം ദിവസം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ എന്നതിൻ്റെ അടിത്തറ തകർന്നില്ലേ? ഇപ്പോൾ ഇത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്തൊക്കെ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിനെതിരെ പറഞ്ഞാൽ ഉടൻ തന്നെ കമൻ്റ് എന്താ വരുമെന്നറിയോ? ഹിന്ദുവിൻ്റെ അതിനെ എതിർക്കുന്നു, നീ എന്തുകൊണ്ട് മുസ്ലിമിൻ്റെ അതിനെ എതിർത്തില്ല എന്നാണ് പറയുക. അതുകൊണ്ട് ഇപ്പോൾ ബാലൻസ് ചെയ്തിട്ട് അതാ മതനിരപേക്ഷത. ചോദ്യം ചെയ്യുന്നത് ബാലൻസ് ചെയ്യണം. നല്ലത് പറയുന്നത് പോലെയും തെറ്റ് പറയുമ്പോഴും ബാലൻസ് ചെയ്ത് പറഞ്ഞാലേ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ആളുകളെ മാർജിനലൈസ് ചെയ്ത് കളയും. ഈ അന്ധവിശ്വാസം തലയിൽ എഴുതിയിരിക്കുന്നു എന്ന വിശ്വാസം, അതാണ് വികാസം. എന്താ തലയിലെഴുത്ത്? ഇപ്പം സുനിത വില്യംസിൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നു അവൾ തിരിച്ചു വരുന്നു, അതുകൊണ്ട് അവൾ തിരിച്ചു വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ശാസ്ത്രമെല്ലാം വെറുതെ. തലയിലെഴുത്ത്, വിധിവിശ്വാസം വന്നതിനല്ലാതെ വരുന്നതിന് മുമ്പേ വിധിയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെ പഴയ ജയചന്ദ്രനും SP ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു പഴയ പാട്ടില്ലേ, കളഭച്ചുവരുവച്ചമേട് ഇളമ്പൂ കല്യാണമാല ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ദൈവം ഒരു പെണ്ണിന് ഒരു ചെക്കൻ, ഒരു ചെക്കൻ ഒരു പെണ്ണ്. ഇത് തലയിൽ മൊട്ടയടിച്ച് കാണാത്ത കൊണ്ടാ ജാതകത്തിൽ നോക്കി എഴുതി വെച്ചത്. എത്ര പെൺകുട്ടികളെ കല്യാണം മുടക്കുന്നു ഈ ചൊവ്വ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണ്ണൂർക്കാർക്കറിയാം ചൊവ്വാദോഷമുണ്ട്. ഞങ്ങൾക്ക് അനുഭവിക്കുന്ന ചൊവ്വാദോഷം, ഞാൻ അനുഭവിക്കുന്ന. ലൈബ്രറി കൗൺസിലുള്ള ആളിവിടെയുണ്ട്, കണ്ണൂരുള്ള ആൾ. കണ്ണൂർ ഒരു യോഗത്തിന് കൃത്യസമയത്ത് എത്താനാവില്ല. 2 സ്റ്റോപ്പുണ്ട്, താഴെ ചൊവ്വ മേലെ ചൊവ്വ. അതാ ചൊവ്വാദോഷം. എപ്പോൾ ബ്ലോക്കായിരിക്കും അവിടെ. അതാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ചൊവ്വാദോഷം. മനസ്സിലായില്ലേ? ഞാൻ ആലോചിക്കുക, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് അതുകൊണ്ട് മതങ്ങൾ വർഗീയത ഉൽപ്പാദിപ്പിച്ച് വോട്ട് നേടി രാഷ്ട്രീയത്തിൽ ഭരണാധികാരത്തിൽ വരുന്നതിനേക്കാൾ ഭീകരത നമ്മുടെ രാജ്യത്തിൻ്റെ ലോക സമൂഹത്തിൻ്റെ വികാസ പ്രക്രിയ തടസ്സപ്പെടുത്തുന്നതാണ്. ഈ മതങ്ങൾ ഉണ്ടായിക്കോട്ടെ, ദൈവങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആ ദൈവങ്ങളെയും മതങ്ങളെയും ആയുധമാക്കിയ പുരോഹിത വർഗം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഇപ്പോൾ സ്വർഗമായിരുന്നേനെ. കാരണം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സ്വർഗം പോലെ ജീവിക്കാനുള്ള അത്രയും ഉൽപ്പാദനം ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അത്രയും വിഭവങ്ങൾ ഇവിടെയുണ്ട്. എന്നിട്ടും ഒരുപാട് ആളുകൾ പട്ടിണി, ഒരുപാട് ആളുകൾ കഷ്ടപ്പാട്. ആഫ്രിക്ക തൊട്ടിപ്പുറത്തുള്ള ഒരു രാജ്യം, ഒരു ദ്വീപ് രാജ്യമില്ലേ, എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ടൂർ പോയ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ രാജ്യത്തേക്ക് ടൂർ പോയ
ഒരു സംഘം ആളുകൾ ആകാശവാണിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിൽ അവർ പറഞ്ഞത് ഒരു രാജ്യം എങ്ങനെയാവണം എന്നല്ല ഞങ്ങൾ പഠിച്ചത്, ഒരു രാജ്യം എങ്ങനെ ആകരുത് എന്നാണ്. ഒരു രാജ്യം എങ്ങനെ ആകരുത് എന്നാണ്. അവിടെ പൊളിറ്റിക്സ് ഇല്ല, അവർക്കറിയില്ല. അവർ എല്ലാ കൊല്ലവും ഭരണാധികാരത്തിൽ വരുന്നുണ്ട്, ആരോ വരുന്നുണ്ട്, ആരാ മെമ്പർ, ആരാ പ്രധാനമന്ത്രി എന്ന് പോലും അവർക്കറിയില്ല. ഇതേ അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് പോയപ്പോൾ, അഹമ്മദാബാദ് പോയപ്പോൾ, അവിടുത്തെ ഓട്ടോറിക്ഷയിൽ എല്ലാ ഓട്ടോറിക്ഷയിലും കയറിയപ്പോൾ ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രി ആരാ, അറിയില്ല. മുഖ്യമന്ത്രി മോദി എന്നാണ് പറഞ്ഞേ. മോദി അല്ലാതെ വേറെ മുഖ്യമന്ത്രി അവർക്കില്ല. അവിടുത്തെ കോർപ്പറേഷൻ്റെ കൗൺസിലർ ആരാ അവർക്കറിയില്ല. അവർക്കൊരു പാർട്ടിയെ അറിയാം, ചിഹ്നത്തെ അറിയാം എന്നല്ലാതെ ജനപ്രതിനിധികളെ അവർക്കറിയില്ല. നമ്മുടെ രാജ്യം പൊളിറ്റിക്കലൈസ് ആയിട്ടാണ് ലോകം മൊത്തം വളർന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് ഇല്ലാത്ത, പൊളിറ്റിക്കലൈസ് ചെയ്യാത്ത ഒരു ജനത ജനാധിപത്യത്തിൻ്റെ ശാപമാണ്. പൊളിറ്റിക്കലൈസ് ചെയ്യാത്തൊരു ജനത. രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP ആണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. മനുഷ്യനും ഒത്തുചേരുന്ന രസതന്ത്രത്തെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. ഒന്നിച്ചുള്ള വികാസ പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. പക്ഷേ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ ഒരു സ്കൂളിൽ റിപ്പബ്ലിക് ദിന പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ വ്യത്യാസം അറിയാവോ? അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ മാഷ് ഏറ്റവും പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കതാണ്. ആരും പറഞ്ഞില്ല, അയാൾക്കല്ലേ മോശം. അപ്പോൾ അവൻ എഴുന്നേറ്റ് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, സ്വാതന്ത്ര്യദിനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക, അപ്പോൾ പ്രസിഡന്റിന് ഒരു പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി, അതാണ് റിപ്പബ്ലിക് ദിനം എന്ന്. ഇത് കുട്ടി പറഞ്ഞ എത്ര ചുരുക്കിയിട്ടാണ് നമ്മൾ. 1000 അധ്യാപകരുള്ള ഒരു സദസ്സിൽ ഞാൻ ചോദിച്ചു, അധ്യാപകരുടെ സദസ്സിൽ ഞാൻ ചോദിച്ചു, ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം അശോകസ്തംഭമാണ്. എല്ലാ നാണയത്തിലും എല്ലാ കറൻസിയിലും അശോകസ്തംഭമുണ്ട്. എന്താണ് അശോകസ്തംഭത്തിൻ്റെ അർത്ഥം? എന്തിനാണ് അശോകൻ ഇങ്ങനെ 4 മുഖങ്ങൾ 4 ഭാഗത്തേക്ക് തിരിച്ചു വെച്ച സിംഹങ്ങളെ ഉണ്ടാക്കിയത്? ആരും അന്വേഷിച്ചിട്ടില്ല, ഒരു മാഷും പഠിപ്പിച്ചിട്ടില്ല. എത്ര മനോഹരമായി വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരു ചിഹ്നമാണത്. പരസ്പരം അഭിമുഖമായി കടികൂടുന്ന സിംഹങ്ങളല്ല. നമ്മുടെ ഉള്ളിൽ 2 ഭാവമുണ്ട്, മൃഗഭാവമുണ്ട്, അന്വേഷണ ഭാവമുണ്ട്. സിംഹങ്ങൾ വലിയ ടെറിറ്ററി കീഴടക്കാനുള്ള ഒരു ഔദ്ധത്യം അതിൻ്റെ മുഖത്തുള്ളത് കൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായിട്ട് സിംഹത്തെ നിശ്ചയിച്ചത്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന വിവരം ഇതുവരെ ഒരു സിംഹം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയുമോ? അത് വെറും നിലത്ത് കിടന്നുറങ്ങുക. നമ്മൾ നിശ്ചയിച്ചാൽ കാരണം അതിൻ്റെ ഒരു ഏരിയ കീഴടക്കാനുള്ള ഭാവം കണ്ടിട്ടാണ് രാജാവെന്ന് നിശ്ചയിച്ചത്. നമ്മുടെ ഉള്ളിൽ 2 ഭാവമുണ്ട്. ഒന്ന് കടിച്ചു കീറുന്ന ഭാവമുണ്ട്, ഒന്ന് ആക്രമിക്കുന്ന ഭാവമുണ്ട്. ലോകം കീഴടക്കുന്ന ഭാവമുണ്ട്. അശോകൻ കലിംഗ യുദ്ധം കണ്ടിട്ട് പറഞ്ഞ പരസ്പരം അഭിമുഖമായി കടിച്ചു കീറലല്ല, 4 ദിക്കിലേക്ക് പോ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്തിലേക്ക്, ന്യൂസിലേക്ക് പോകൂ, ലോകത്തിൻ്റെ വാർത്തകൾ ശേഖരിക്കാൻ. മനുഷ്യ, നീ 4 ദിക്കിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ആഹ്വാനമാണ് അശോകൻ അശോകസ്തംഭത്തിലൂടെ ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ 4 ദിക്കുകൾ നോക്കുന്നതിന് പകരം നമ്മൾ തല കമിഴ്ന്നിട്ട് നമ്മൾ ഈ കിതാബിൽ മാത്രം നോക്കുക. കിതാബിൽ മാത്രം നോക്കുക. അതിൽ നല്ലതുണ്ട്, അതിൽ വികാസത്തെ തടസ്സപ്പെടുത്തുന്നതുണ്ട്. നല്ലതെടുത്ത് മോശം ഒഴിവാക്കണ്ടേ? ചില ആളുകൾ ഇത് മൊത്തം തീയിലിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ചങ്ങമൊഴിയുടെ വരി ഓർമ്മയുണ്ടോ? ജടയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തിച്ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം. അങ്ങനെ പറയുന്ന ഒരു പക്ഷം. മറ്റൊരു പക്ഷം ഇതിലുള്ളതേ സത്യമുള്ളൂ, മറ്റൊന്നും സത്യമല്ല, ഇതിലുള്ളത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്നു. ഇത് രണ്ടുമാണ് നമ്മളെ നശിപ്പിച്ചത്. പഴയതിൽ ഒരുപാട് തോന്നിയവാസമുണ്ട്, ഒരുപാട് നന്മയുണ്ട്. അതുപോലെ പുതിയതിൽ ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് വൃത്തികേടുമുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ ചേരേണ്ടത് ചേർക്കലാണ്, വേണ്ടാത്തത് ഒഴിവാക്കലും വേണ്ടത് എടുക്കലേ സംസ്കാരം. ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരവും ശവവും തമ്മിൽ എന്താ വ്യത്യാസം? മരിച്ചു പോയാൽ ആ ബോഡി വേണ്ടല്ലോ, അത് മണ്ണിൽ കൊടുത്തു, തീക്ക് കൊടുത്തു, വെള്ളത്തിന് കൊടുത്തു, എല്ലാവർക്കും വീതിച്ചു കൊടുക്കലാണല്ലോ. പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്, വേണ്ടെന്ന് ഒഴിവാക്കും. പക്ഷേ വേണ്ടത് എടുക്കുമല്ലോ. അയാളെ ഒസ്യത്ത് രേഖയും തീയിലിട്ട് കത്തിക്കുമോ? അയാളെ ഓർമ്മകളും അയാളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം ഇങ്ങ് എടുക്കൂ, ഈ വേണ്ടാത്ത ശരീരം, പ്രാണം പോയ ശരീരം ഒഴിവാക്കും. ഇതാ ശവസംസ്കാരം.
സംസ്കാരം എന്ന് പറയുന്നത് ആവശ്യമുള്ളതിനെ കൂട്ടിച്ചേർക്കല. പഴയതിലെ നന്മയെയും ദാർശനികതയുടെ നന്മയുടെ അദ്വൈത ദർശനമുണ്ട്, ഇദം ന മമ എന്ന ദർശനമുണ്ട്, തത്വമസിയുണ്ട്, അല്ലേ? യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത് എന്ന ഭഗവത്ഗീത ശ്ലോകമുണ്ട്. മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവൻ്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. കൃത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ രണ്ടാമത്തെ ഉത്തര പാദം നോക്കാതെ പൂർവ്വപാദം മാത്രം നോക്കിയിട്ട് യജ്ഞശിഷ്ടം ഹോമം കഴിച്ചതിൻ്റെ ബാക്കി തിന്നാൽ എല്ലാ പാപവും ഇല്ലാതാക്കുന്നു. ആദ്യത്തെ വരി കേട്ടിട്ടാണ് ഇപ്പോൾ ഈ ഹോമത്തിൻ്റെ അംശം വാങ്ങാൻ ആളോടുന്നത്. പാപം പോവാൻ ഇത് കഴിച്ചാൽ മതി എന്നാണ്. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ യാഗം നടത്തിയതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് യാഗം തേ യാഗം തേ യജ്, അതാ ത്യാഗം. മനസ്സിലായോ? നിന്നാൽ യജിക്കുക, യജിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊടുത്തതിൻ്റെ ബാക്കി ഉണ്ണുക എന്നതാണ്. തേന തെക്തേന ഭുഞ്ചീത ഈശാവാസ്യ ഉപനിഷത്ത്. ഇതൊക്കെ ഉണ്ട്, നല്ല മൂല്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട, അതൊന്നും ആർക്കും വേണ്ട. അപ്പം നല്ലതെടുത്ത് ഇപ്പോഴത്തെ നല്ലതിനെയും കൂട്ടിച്ചേർത്തുന്ന വികാസമുണ്ടാക്കിയെടുക്കാനുള്ള പ്രക്രിയ തടസ്സപ്പെടുത്തുന്നു മതം. പണ്ടത്തെ തോന്നിയാസോ ഇന്നത്തെ തോന്നിയാസോ ഐക്യമുന്നണിയാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് അമ്പലത്തിൽ അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന ഡാൻസും, രണ്ടും ചേർക്കലാണ് ഇപ്പോഴത്തെ വിശ്വാസം. രണ്ടും ചേർക്കലാണ്. ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെയാണ് ഈ മെസ്സേജ് 12 പേർക്ക് അയച്ചു കൊടുക്കുക, നിന്റെ വീട്ടിലൊരു അനുഗ്രഹം എത്തും, നീ ഇത് അവഗണിച്ചാലോ നിന്റെ വീട്ടിലൊരു ശാപമുണ്ടാകും. അപ്പോൾ ഇത് 12 പേർക്ക് അയച്ചു വെച്ച് ആരൊക്കെയാണ് ഇത് അയച്ചു കൊടുത്തതെന്ന് കംപ്ലീറ്റ് ആളെ വാട്സപ്പ് നോക്കിയിട്ട് ദൈവം ഇവൻ്റെ വീട്ടിൽ അനുഗ്രഹം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങൾ ആലോചിച്ചു കേട്ടോ. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക. ബ്രിട്ടീഷ് പശുവിനെയും ഇന്ത്യൻ പശുവിനെയും ക്രോസ് ബ്രീഡിങ് നടത്തിയിട്ട് ആദ്യത്തെ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നു. അതാ അവസ്ഥ. ബ്രിട്ടീഷ് പശുവിന് നല്ല പാലുണ്ട്, പക്ഷേ പ്രതിരോധ ശേഷി കുറവാണ്. ഇന്ത്യൻ പശുവിന് നല്ല പ്രതിരോധ ശേഷിയുണ്ട്, പക്ഷെ പാല് കുറവാണ്. ഇത് രണ്ട് ക്രോസ് ബ്രീഡ് നടത്തിയാൽ ഇന്ത്യൻ പശുവിൻ്റെ പ്രതിരോധ ശേഷിയും ബ്രിട്ടീഷ് പശുവിൻ്റെ പാലും കിട്ടുമെന്ന് ചോദിച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയ പശു ഉണ്ടാക്കി നോക്കുമ്പോൾ ഇന്ത്യൻ പശുവിൻ്റെ പാലും ബ്രിട്ടീഷ് പശുവിൻ്റെ പ്രതിരോധ ശേഷിയായിപ്പോയി. അതുപോലെയാണ് ഇപ്പോൾ. പഴയതിൻ്റെ നന്മയും പുതിയതിൻ്റെ നന്മയും ചേർക്കേണ്ടതിന് പകരം പഴയതിൻ്റെ തിന്മകളും പുതിയതിൻ്റെ തിന്മകളും കൈകോർക്കുക. പഴയതിൻ്റെ നന്മയും പുതിയതിൻ്റെ നന്മയും കണ്ടാമുണ്ടെന്നില്ല. ഈ വിടവിലൂടെയാണ് വിദ്വേഷാധിഷ്ഠിതമായ മതവിശ്വാസത്തെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് രാമരാമ എന്ന് ജപിച്ചിരുന്നത് ശാന്തമായിട്ടായിരുന്നു. ഇപ്പോൾ ജയ് ശ്രീറാം അട്ടഹാസമായി, അല്ലേ? കാട്ടാളത്തത്തിലേക്ക് മാറി. ഷഡ്ജത്തിൽ നിന്ന് നിഷാദത്തിലേക്കാണ് ഇപ്പോൾ പ്രാർത്ഥനകൾ മാറിയത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മനുഷ്യനായത് നിഷാദത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് അവൻ്റെ ശബ്ദം മാറിയപ്പോഴാണ്. അട്ടഹസിക്കുന്ന കാട്ടാളനിൽ നിന്ന്, നിഷാദം കാട്ടാളനല്ലേ, നിഷാദത്തിൽ നിന്ന് അടുത്തിരുന്നപ്പോൾ മെല്ലെ പറയുന്ന മനുഷ്യനിലേക്ക് വന്നപ്പോഴാണ് ഗംഗേ മഹാമംഗളേ എന്ന് പറയുന്നതിന് പകരം ഒറ്റക്കമ്പീനാദം മാത്രം അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യനുണ്ടായത്. എന്നാൽ ഇപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് അലറലാണ്, ഭയങ്കര ടെറിബിൾ സൗണ്ടിൽ ഒച്ച വെച്ചാലാണ്. ഈ തെക്കൻ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം ഞാൻ അത്ഭുതപ്പെടുക. നമ്മൾ വടക്കോട്ടാണെങ്കിൽ ഭയങ്കര കുഴപ്പമായിരിക്കും. എല്ലാ വീട്ടിൻ്റെ കണ്ടിക്കും കാളമൈക്ക് വെക്കണം ഉത്സവത്തിന്. എല്ലാം ഒരു നാട് മൊത്തം കാളമൈക്ക്. എന്തൊരു ശല്യമാണെന്ന് ഞാനങ്ങനെ ആയിരിക്കുന്നു. ഇത് കേട്ട് കേട്ട് ദൈവത്തോട് വെറുപ്പ് ഒന്നുമില്ലെന്ന്. പരീക്ഷക്കാലത്ത് പോലും എല്ലായിടത്തും മൈക്ക് വെക്കുക. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പരീക്ഷക്കാലത്ത് അധികം ഒച്ചയിൽ കാളം മൈക്ക് വെച്ചാൽ പിറ്റേന്ന് പോലീസ് പിടിക്കും. ഇവിടെ ആണെങ്കിൽ പരാതി പറയാം, എൻ്റെ വീടിൻ്റെ മുന്നിൽ മൈക്ക് വെച്ചിട്ടില്ല. അപ്പം അമ്പല കമ്മിറ്റിക്കാരോട് പോയി പരാതി പറഞ്ഞിട്ട് കൊണ്ട് വെപ്പിക്കുകയാണ്. എന്തൊരാനന്ദമാണ് ഇന്ന് കിട്ടുന്നത് എനിക്കറിയില്ല. പണ്ട് പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായി റേഡിയോയിൽ മാത്രമേ പാട്ട് കിട്ടുന്നു. കേസറ്റൊന്നും ഇല്ലാത്ത കാലത്ത് പാട്ടൊരു അത്ഭുത വസ്തുവായിരുന്നു. ഇപ്പോൾ പാട്ടില്ലാത്തൊരു കാലമില്ല. പക്ഷെ പാട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ച് കലക്കിയിട്ട് പാട്ടുപാടുന്ന ഉത്തരേന്ത്യയിലുള്ള ഒരു പ്രശസ്ത ഗായികയുടെ 2 കൈച്ചെവിയും പൊട്ടിപ്പോയി. പാട്ട് ടെറിബിൾ ശബ്ദം വെച്ചിട്ട്. അതാണ് അട്ടഹാസം ആയി മാറുന്നു പാട്ട്. പ്രാർത്ഥന അട്ടഹാസമായി മാറുന്നു. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും അട്ടഹാസമാണ്. അട്ടഹാസമാണ് ഈ പ്രാർത്ഥന. ഇത് കണ്ടില്ലേ സുവിശേഷ പ്രസംഗങ്ങൾ, അല്ലേ? ഭയങ്കര അട്ടഹാസമാണ്. അട്ടഹാസമായി മാറുന്നു. ശബ്ദം കുറച്ച് പറയുന്നില്ല.
സ്നേഹവും തലോടലും ആയിട്ട് ഭയങ്കര തുള്ളലായി മാറുന്നു എന്നൊരവസ്ഥയാണ്. അകത്ത വെളിച്ചമാണ് ദൈവം എന്ന ചിന്തയിൽ നിന്ന് മാറി ദൈവം എന്ന വാക്ക് തന്നെ ഉണ്ടായത് ദിവം പ്രകാശമാണ്. അകത്ത് പ്രകാശം തരുന്നവനാ, പുറത്ത് പ്രകാശം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, ഇലക്ട്രിസിറ്റി മന്ത്രി. അകത്ത് പ്രകാശം തരുന്നവൻ ദൈവം. അതാണ് ഈ അകത്ത വെളിച്ചം. ആർക്കും വേണ്ട. ഈ മതങ്ങൾ ചെയ്യേണ്ടത് അകത്ത വെളിച്ചം വളർത്താൻ ഒന്നും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. എല്ലാ പ്രസംഗങ്ങളും ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും അപ്പുറത്തെ മതത്തിൻ്റെ ദോഷങ്ങൾ പറയുക, അവനെ വെറുക്കാൻ പറയുക. പരുക്കനാണീ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ എന്ന സുഗതകുമാരി ടീച്ചറുടെ വരികൾ ചൊല്ലുന്ന ഒരു പുരോഹിതനെയും നമുക്ക് കാണാനില്ല. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കുന്നില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം പുഷ്പമാണ്, പുഷ്പാർച്ചനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന. പക്ഷെ പുഷ്പങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു മുസ്ലിം കുടുംബമാണ്. താമരപ്പൂമൊട്ട് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള താമരപ്പാടങ്ങളിൽ നിന്ന് പോയിട്ട് വട്ടത്തോണിയിൽ പോയിട്ട് താമരപ്പൂവിൻ്റെ മൊട്ട് പറിച്ചെടുത്തിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയും അവരുടെ ഭർത്താവുമാണ്. അവിടെ ആ പൂക്കളുടെ സൗന്ദര്യം എത്തിക്കുന്നതിൽ മതാതീതമായിരിക്കുന്നൊരു മാനവികതയുണ്ട്. ആ മാനവിക ബോധം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ചിന്ത വേണ്ടേ? അൽ എന്ന ശബ്ദത്തിന് സ്ത്രീ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. നമുക്ക് അൽ എന്നറിയാത്തത് കൊണ്ട് നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞു. അറബികൾക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ട് അവർ സ്ത്രീ എന്നറിയാത്തതുകൊണ്ട് അൽ എന്ന് പറഞ്ഞു. ദൈവം എന്നതിന്, കൃഷ്ണൻ എന്നതിന്, രാമൻ എന്നതിന് ഇലാഹ് എന്ന് പറഞ്ഞു. നമ്മൾ ഇലാഹ് എന്നതിന് രാമനെന്നും കൃഷ്ണനെന്നും പറഞ്ഞു. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് അറിയുമ്പോൾ ഈ ഡിക്ഷണറി വന്നിട്ട് ഇതിൻ്റെ അർത്ഥം വരെ പഠിക്കുന്നില്ല. പറയണ്ടേ? ലോകത്ത് പല ഭാഷകളുള്ളത് കൊണ്ടാണ് പല ദൈവങ്ങൾ ഉണ്ടായത്. പക്ഷെ എല്ലാ ഭാഷയിലും എണ്ണൽ സംഖ്യ 10ന്റെ ഗുണിത അല്ലേ? എല്ലാ ഭാഷയും എണ്ണൽ സംഖ്യ 10ന്റെ ഗുണിതമാണ്. അതെന്താ? അത് ഭാഷ പലത്, ദൈവം പലത്, ഉച്ചാരണം പലത്, പക്ഷെ എണ്ണമെല്ലാം മലയാളത്തിൽ 1, 10, 100, 1000, ഇംഗ്ലീഷിൽ 1, 10, 100,000, ഹിന്ദിയിൽ 1, 10, 100,000, അറബിയിലായാലും ആസ്ട്രേലിയയിലായാലും ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും എല്ലാം 10 ഉള്ളൂ. എന്തേ? 11ന്റെയോ 9ന്റെയോ കണക്ക് ഗുണിതങ്ങളുള്ള ഒരൊറ്റ ഭാഷയില്ല. സിമ്പിളാണ് ഉത്തരം. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം എണ്ണം പഠിച്ചത് സ്വന്തം വിരലിൽ എണ്ണീട്ട. എല്ലാവർക്കും, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാം 10 വിരലാ. അതായി 10ന്റെ പെരുക്കങ്ങളായത്. എല്ലാത്തിനും 2 കണ്ണാ, എല്ലാത്തിനും 2 ചെവിയാ. പലയിടങ്ങളിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരൂലേ? മൂക്കിന് ഒരു 3 ഓട്ട വെച്ച ഏതെങ്കിലും ദൈവമുണ്ടോ? എല്ലാത്തിനും 2 ദ്വാരമാണ്. എങ്ങനെ യഹോവ യൂതന്മാരെ സൃഷ്ടിച്ചതിൻ്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് അയാൾ ഡൗൺലോഡ് ചെയ്തിട്ടാണോ ഹിന്ദുക്കളെ ഉണ്ടാക്കിയത്? എന്നിട്ടത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത കണ്ടിട്ട് കർത്താവ് എടുത്തിട്ട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. എന്നിട്ട് മെസ്സഞ്ചറിൽ അന്ന് കർത്താവും അള്ളാഹുവും അടുപ്പത്തിലായിരുന്നു. ഇപ്പം തെറ്റിയത്. കർത്താവും അള്ളാഹു ഭയങ്കര അടുപ്പക്കാരായിരുന്നു പണ്ട്. കാരണം അബ്രഹാമും ഇബ്രാഹിമും ഒരാളാ. ഇസ്മായിലും അല്ലേ? ഇസ്മായിൽ എന്ന് പറയില്ലേ? അബ്രഹാം പുത്രനാ. ഇസ്ഹാക്ക് ഒന്ന് തന്നെയാ. 2 തുടർച്ചയാ. ഈസാ നബിയും മൂസാ നബിയും മുഹമ്മദ് നബിയും തുടർച്ചയാ. ഇപ്പം അടുത്ത് ഭയങ്കര ശത്രുക്കളായി. അപ്പൊ ഇവര് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തിട്ടാണോ, അത് കൊണ്ടുവന്നിട്ടാണോ അള്ളാഹു മുസ്ലിങ്ങളെ സൃഷ്ടിച്ചത്? അല്ല. ഈ ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് ഒറ്റൊരാളാണെന്നൊരു മിനിമം ബോധം ഈ പുരോഹിതന്മാർ പറഞ്ഞെങ്കിൽ തന്നെ ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ തടയാമായിരുന്നു. ഓരോ നാട്ടിന് പേര് വന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ചരിത്രത്തെ തിരുത്തി എഴുതാനായി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം 500 കൊല്ലം ഇന്ത്യയിൽ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ട് ഇന്ത്യയിൽ ഹിന്ദുമതം ഇല്ലാതായി പോയില്ലല്ലോ. ഇപ്പോഴും ഹിന്ദുമതം ഇല്ലേ? ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളാണ്. അവരേറെക്കാലം ഭരിച്ചിട്ടും ഇന്ത്യയിൽ ഹിന്ദുമതവും മുസ്ലിം മതവും ഇല്ലാതായി പോയിട്ടില്ലല്ലോ. ഇല്ല. മതത്തിൻ്റെ വഴിക്ക്, രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരിയും വിദ്വേഷാധിഷ്ഠിതമായി മതത്തെ രാഷ്ട്രീയത്തിനും മേധാവിത്വത്തിനും ധനസമ്പാദനത്തിനും ഉപയോഗിക്കുമ്പോഴാണ് അത് വർഗീയതയായി മാറുന്നത്. വർഗബോധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതത്ത് മാത്രമൊന്നുമല്ല. നിങ്ങളിപ്പം മണിപ്പൂരിലുള്ളതും
വർഗത്തിൻ്റെ പേരിൽ സംഘടന തുടങ്ങിയാൽ അത് ഇപ്പോൾ പ്ലസ് ടുക്കാരും പ്ലസ് വണ്ണുകാരും തമ്മിൽ വർഗീയത, പ്ലസ് വണ്ണുകാരും പ്ലസ് ടുക്കാരും അടിയാ മിക്ക സ്കൂളും. അതൊരു ബോധം, അങ്ങനെ ഒരു ടീം വർക്ക്, വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ടീം വർക്ക് വന്നാൽ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര പരിശ്രമം നടത്തിയിട്ടും അധ്യാപകർ നോക്കിയിട്ടും ഈ ഇക്കൊല്ലം 100 സ്കൂളിൽ പ്ലസ് വണ്ണുകാരും പ്ലസ് ടുക്കാരും തമ്മിൽ അടിച്ചത്. അതൊരു ആൾക്കൂട്ടം, ഒരു പശുവിൻ്റെ മനഃശാസ്ത്ര. മൃഗങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഒന്നിനെ തോറ്റുപോയാൽ എല്ലാം കൂടി അതിനെ ആക്രമിക്കും. ഈ മനഃശാസ്ത്രം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ മൃഗീയമായ ആൾക്കൂട്ട മനഃശാസ്ത്രമാണ് മതത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ അടിത്തറ. അതുണ്ടാക്കുന്നതാണ് വർഗീയത. ഇപ്പോൾ ഇതിനെന്താ നമുക്ക് പരിഹാരം? നമുക്ക് മതങ്ങളെ മുഴുവൻ എതിർക്കാൻ തുടങ്ങിയാൽ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം മഹാഭൂരിപക്ഷ ആളും മതവിശ്വാസികളാണ്. നമുക്ക് മതത്തിൻ്റെ പക്ഷത്ത് ചേരണം, മതത്തിൻ്റെ ദാർശനിക പക്ഷത്ത് ചേരണം. യുക്തിവാദികളാവട്ടെ, നിരീശ്വരവാദികളാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, രാജ്യസ്നേഹികളാവട്ടെ, എല്ലാവരും മതങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ കക്ഷികളാവാതെ മതത്തിൻ്റെ ആന്തരിക സംഘടനത്തിൽ കക്ഷിയാവണം. എങ്ങനെ? മതത്തിൻ്റെ ആന്തരിക സംഘർഷം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദാർശനികത, അതിൻ്റെ സൗന്ദര്യബോധം, അതിൻ്റെ മൂല്യബോധം ഒരു ഭാഗത്തും, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിൻ്റെ അന്ധവിശ്വാസങ്ങൾ, അതിൻ്റെ ധന ഉപരിപ്ലവമായ ആകർഷകത്വങ്ങൾ മറുഭാഗത്വമാണിപ്പോൾ വേർതിരിഞ്ഞു നിൽക്കുക. നമ്മൾ ആരുടെ പക്ഷത്ത് ചേരണം? നമ്മൾ ദാർശനികതയുടെ പക്ഷത്ത് ചേരണം. ഇതല്ല ഇതല്ല നിങ്ങളെ ദൈവം പറഞ്ഞതും മതം പറഞ്ഞതെന്ന് കൂടെ നിൽക്കണം. കൂടെ നിന്നിട്ടേ നമുക്കിതിനെ നേരിടാൻ പറ്റൂ. അല്ലാതെ പുഴ ഒഴുകി ഇങ്ങനെ ആർത്തട്ടകസിച്ച് പോകുമ്പോൾ പുഴയെ മുറിച്ച് നീന്തണമെങ്കിൽ നേരെ മുറിച്ച് നീന്തിയാൽ നമ്മൾ മലർന്ന് അടിച്ചു പോകും. പുഴയുടെ കൂടെ ഒഴുകണം. നമ്മളാ പുഴയിൽ കരക്ക് നിന്നിട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പുഴയെ മുറിച്ച് കിടക്കണം, അതിന് പുഴയിൽ എടുത്ത് ചാടണം. അതിനെന്താ വേണ്ടത്? ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിലും പള്ളിയിലൊക്കെ കയറി അവിടെ തിരുത്താൻ വേണ്ടി പോയിട്ട് ഉള്ളതും പോയൻ്റെ ഉണ്ണിയമ്മ എന്ന അവസ്ഥയിൽ അവർ പിന്നെ ഇങ്ങോട്ട് കിട്ടാതെ നേരെ അങ്ങോട്ട് പോവുക. അതാ അവസ്ഥ. അങ്ങോട്ട് പോയിട്ട് പിന്നെ അവർ ഇതിൻ്റെ വലിയ ആളായി മാറുക. ഇത് വലിയ നൂൽമേലുള്ള കളിയാ, ഇത് വലിയ ആപത്തുണ്ടാക്കുന്ന കളിയാ. കാരണം ഈ മതവികാരം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ട് പോലും, എനിക്കറിയില്ല. സ്നേഹം, ദയ, വെറുപ്പ്, പ്രേമം തുടങ്ങിയ വികാരമെല്ലാം കേട്ടിട്ടുണ്ട്. മതവികാരം എന്ന് പറഞ്ഞൊരു വികാരം, അങ്ങനെ ഒരു വികാരമുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അത് വികാരം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ വികാരം വലിയ ആപത്തുണ്ടാക്കുന്ന വികാരമാണ്. ആ വികാരത്തെ വളരെ സെൻസിറ്റീവായിരിക്കുന്ന വികാരത്തിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇടപെട്ട് ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കുടുക്കിൽപ്പെട്ട് തകർന്നു പോയിരിക്കുന്ന ഒരു ജനതയെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാതിരിക്കാൻ സത്യബോധത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും അടിത്തറയിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിദ്വേഷത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമാണ് ആരേറ്റെടുക്കേണ്ടത്? ഉൽപ്പതിഷ്ണുക്കൾ ഏറ്റെടുക്കേണ്ടത്. ആ ദൗത്യം, കാരണം അവരെ വളക്കാനേ പറ്റൂ, ഓടിക്കാൻ പറ്റില്ല. വളച്ചിട്ട് കൊണ്ടുവരാനേ പറ്റൂ. അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു മഹാകാര്യമാണ്. നിങ്ങളിപ്പോൾ ലൈബ്രറി കൗൺസിൽ കേരളത്തിൽ 10,000 വായനശാലകളാണ്. 10,000 വായനശാലകൾ ആരോടാ പൊരുത്തുന്നറിയോ? 2,80,000 മൊബൈൽ ഫോണിനോടാ പൊരുത്തുന്നുണ്ട്. 2,80,00,000 2,80,00,000 മൊബൈൽ ഫോണിനോടാണ് 10,000 വായനശാല പൊരുത്തേണ്ടത്. എളുപ്പമല്ലാത്. LP-യിലും UP-യിലും പഠിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെ വായനശാലയിൽ വരുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, റെഫർ ചെയ്യുന്നു. പക്ഷെ 8, 9 എത്തുമ്പോഴേക്ക് ഇവൻ്റെ ഉള്ളിൽ ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങിയാൽ പിന്നെ ഇവൻ വായനശാലയിൽ വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 8, 9 പഠിക്കുന്ന കുട്ടികൾ എണ്ണം കുറയാം. ഇവൻ്റെ ഉള്ളിൽ മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കുമ്പോൾ പിന്നെ ഇതൊന്നും വേണ്ട. ഇത് പണ്ടെല്ലാം 10-എത്തുമ്പോൾ ഇതെല്ലാം കുറേശ്ശെ വരൂ. കാരണം അന്ന് ചക്കക്കുരും വെള്ളരിക്കുക പോലെ ഭക്ഷണം, അതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? അതുകൊണ്ട് ആ 10-എത്തിയാൽ ആ പ്രേമം വരിക. വന്നാൽ തന്നെ പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് മിണ്ടില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസമാണ് ഇനി കാണൂല എന്നുള്ള ബേജാറിൽ ഓട്ടോഗ്രാഫ് എത്തുണ്ടായി നിങ്ങളുടെ നാട്ടിലൊക്കെ. ഒരു ഓട്ടോഗ്രാഫ്, കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി കൊടുത്തു. പിന്നെ പോയി വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, പാള കീറിയും പോയി മോര് മറിഞ്ഞും പോയി, ഒരു വിവരവും ഇല്ല. ഇപ്പം കുറച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് വാട്സപ്പെല്ലാം വന്നപ്പോൾ പഴയാളിയെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാണ് വ്യാപകമായിട്ട്.
എന്നാൽ നമ്മുടെ LP UP സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാണ്. കാരണം അമ്മാതിരി ഭക്ഷണമല്ലേ അവർ കഴിക്കുന്നത്. എത്രയാ വെളിച്ചെണ്ണ, എത്രയാ തേങ്ങ, എത്രയാ പാമോയിൽ. സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നുക, പക്ഷെ അവർ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ട് 1 കഷ്ണം ഇറച്ചി തിന്നുക. നമ്മളെ കുട്ടികൾ സാമ്പാർ വിളമ്പി വെക്കാട്ടെ. ഈ ജ്യോതിഷികൾ കബഡി നിരത്തും പോലെയാ. വെണ്ടക്ക, കുമ്പളങ്ങ, വെള്ളരിക്ക എല്ലാം നീക്കി അടുക്കി വെച്ചു. എന്നിട്ട് വിളമ്പക്കാരോട് സ്വകാര്യം ചോദിക്കും, പീസ് ഉണ്ടാവും. അത്രയും അവരുടെ ഉള്ളിൽ കൊഴുപ്പ് വല്ലാതെ അവരെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അവർ പെട്ടെന്ന് അവർ ആകർഷിക്കപ്പെടുക. അതുകൊണ്ടാണ് 9ാം ക്ലാസ്സിലെ പെണ്ണ് പ്രസവിക്കുന്നു, കുട്ടീൻ്റെ അച്ഛൻ 8ാം ക്ലാസ്സിലെ പയ്യൻ എന്ന് വരുന്നതിൻ്റെ കാരണം ഇത് ഹോർമോൺ ബാലൻസ് തെറ്റുന്നതാണെന്ന് ഒരു പഠനം, നന്ന ആരോഗ്യശാസ്ത്രത്തിൽ ഒരു പഠനം നടത്തേണ്ടതാണ്. ആ സമയത്ത് ആമയും മുയലും പന്തയം വെച്ച പോലെ ഇവൻ്റെ ശരീരവും മനസ്സും. ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, പിന്നെ എല്ലാം പോയി. ഇവൻ്റെ ബുദ്ധി എല്ലാം പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരൂ. പോയത് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫി എടുത്ത് വരുന്നാട്ടില്ലേ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. ആ അവസ്ഥയിൽ അവൻ്റെ മനസ്സിനെ ഉറങ്ങാൻ അനുവദിക്കാതെ, ശരീരത്തിൻ്റെ ചോദനകൾക്ക് മനസ്സ് കീഴടങ്ങാൻ അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 2,60,00,000 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ 10 ലക്ഷം വായനശാലകളിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്. എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ചെറിയ കവിതകൾ കൊണ്ടൊന്നും അതിനെക്കൊണ്ട് നടക്കില്ല. വലിയ പണിയെടുക്കാനുണ്ട്. വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വായനശാലയിലേക്ക് അവൻ വരില്ല. വെളിച്ചം കൊണ്ട് അങ്ങോട്ട് പോകണം. കാരണം ഇപ്പം എല്ലാവരുടെ കയ്യിലും വെളിച്ചാണല്ലോ. ജനാധിപത്യത്തിൻ്റെ വെളിച്ചം പോയിട്ട് ഏകാധിപത്യത്തിൻ്റെ വെളിച്ചം വന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓലച്ചൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, ഗ്രാമത്തിൻ്റെ വെളിച്ചം. അത് ജനാധിപത്യമായിരുന്നു. ടോർച്ചും മൊബൈൽ ഫോണിലെ ടോർച്ചും വന്നതോടുകൂടി ഏകാധിപത്യത്തിൻ്റെ വെളിച്ചാ. കാരണം എന്നെ കാണൂല, നിന്നെ കാണൂ ടോർച്ചടിക്കുമ്പോൾ. ഓലച്ചൂട്ട് 2 ആൾ കണ്ടാൽ ഇത് കത്തിച്ചാൽ എന്നെയും കാണാം, നിന്നെയും കാണാം. അത് ജനാധിപത്യത്തിൻ്റെ വെളിച്ചായിരുന്നു. എന്നെയും കാണാം, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ ആയിരുന്നു ഓലച്ചൂട്ട്. ഇപ്പോൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അടിച്ചു നോക്കുക, നീ ഓക്കെ ആണോ? അത് വന്നുകൊണ്ട് ഈ കുട്ടികളെ പരസ്പര ബഹുമാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല. ആ വലിയ ദൗത്യം, 2 തരത്തിലുള്ള ദൗത്യമാണ് നമുക്ക് നേരിടാനുള്ളത് വായനശാലകൾക്ക്. ഒന്ന് ആധുനിക മുതലാളിത്ത സംസ്കാരത്തിൻ്റെ അതിഭീകരമായിരിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ ആക്രമണം ഒരു ഭാഗത്ത്, അതിനെ കൈകോർത്ത് നിൽക്കുന്ന മതവിദ്വേഷത്തിൻ്റെ ആക്രമണം മറുഭാഗത്ത്. ഇവർ രണ്ടും ഐക്യമുന്നണിയാണ്. ഇവർ പരസ്പരം രാഷ്ട്രീയേതരമായ ചിന്തയിലേക്ക് യുവാക്കളെ കൊണ്ടുപോവുകയാണ്. പുതിയ ചെറുപ്പക്കാരാരെങ്കിലും രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടോ? എന്ത് തന്നെയായാലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രീയക്കാരായിരിക്കും. നന്മയുള്ളവരും സ്നേഹമുള്ളവരും ദാർശനികതയുള്ളവരും ബുദ്ധിയുള്ളവരും എല്ലാം രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും സങ്കുചിത മനസ്കരും അത്യാർത്ഥിക്കാരും അന്ധവിശ്വാസികളും മൊത്തം രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഭാരതത്തിൻ്റെ ഭാവി എവിടെയെത്തും? അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ അക്ഷരങ്ങളിലൂടെ യഥാർത്ഥ രാഷ്ട്രീയ ബോധത്തിലേക്ക്, രാഷ്ട്രീയമൊന്ന് ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുക്കലാണെന്നും ധരിച്ചുകൊണ്ട, രാഷ്ട്രീയത്തിനകത്തും അരാഷ്ട്രീയത വളരുകയാണിപ്പോൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മിക്ക പാർട്ടിക്കാരും ഈ പാട്ടും പാടിയിട്ടാണ് തുള്ളിയത്. DJ വെച്ചു, എന്നാലേ ചെറുപ്പക്കാർ വരും. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ. വഴി തെറ്റാനുമുണ്ട് അവകാശം. ഒരു പാർട്ടിയുടെ ജാതിയിൽ വഴി തെറ്റാനുമുണ്ട് അവകാശം. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത നാട്ടിൽ മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ചെ കാട്ടു തോന്നിയാസം. ഇത് ആവേശ സിനിമയിലെ പാട്ടാണ്. പാട്ട് എഴുതിയാളെ കുറ്റം പറഞ്ഞത് കുട്ടികൾക്ക് അതേ വേണ്ടു. കുട്ടികൾക്ക് എന്താ വേണ്ടത്? ആ ഭക്ഷണമല്ലേ ഹോട്ടലുകാർ വിളമ്പുക. അതുപോലെയാണ് സിനിമക്കാർ അവർക്ക് വേണ്ടത്. അവർക്ക് ടിക്കറ്റ് ചിലവാകുമല്ലേ വേണ്ടു. അവർക്ക് ടിക്കറ്റ് ചിലവാകുക, അതിന് പറ്റിയത് വിളമ്പിക്കൊടുത്തു. അത് കേട്ട് തുള്ളുക. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളടക്കം ആ പാട്ടും വെച്ച് തുള്ളാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലും അരാഷ്ട്രീയ പ്രവണതകൾ വളർന്നു വരുന്നു. അതുകൊണ്ട് ഒറിജിനൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, രാഷ്ട്രീയ ബോധത്തിലേക്ക്
യഥാർത്ഥ മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് അവരുടെ പക്ഷം ചേർന്ന് മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തെ ജനകീയ വിദ്യാഭ്യാസം ചെയ്യേണ്ട മഹാദൗത്യമാണ് നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ നാട് വല്ലാത്ത വിധത്തിൽ സങ്കുചിത മതബോധത്തിലേക്ക് പോവുകയാണ്. വിശാല മതത്തിൻ്റെ പക്ഷത്തു നിന്ന് സങ്കുചിത മതബോധത്തെ നമ്മൾ നേരിടാനില്ല. അത് വേറെ മാർഗമില്ല. മതത്തിനെതിരായി നിന്നാൽ ഒരിക്കലും ഇവരിങ്ങോട്ട് അടുത്ത് വരില്ല. സങ്കുചിത മതബോധത്തെ എതിർക്കാൻ വിശാല മതബോധത്തിൻ്റെ, ധാർമ്മികതയുടെ, സത്യബോധത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ദാർശനികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് പരിശ്രമിക്കലല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ പരിശ്രമിക്കണം.